ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ജീവിതം വളരെ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു മോഡിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് വരാൻ പോകുന്ന സമയം. അതായത് നിങ്ങളുടെ ആ ഒരു വണ്ടി ട്രാക്കിൽ വന്നിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേയൊക്കെ നിങ്ങളുടെ വണ്ടി ട്രാക്കിലല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ട്രാക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിയായ സമയം, ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് എല്ലാം കൂടെ ചേർന്ന ഒരു ഇതായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു വണ്ടി ട്രാക്കിലല്ലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അത് കാരണം നിങ്ങൾ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന ആ ഒരു വണ്ടി ട്രാക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ, ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലെത്താൻ പോവുകയാണ്. നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആ ഒരു വിഷ് എല്ലാം പൂർണ്ണമാകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആവശ്യമില്ലാതെ ഓരോ കാര്യത്തിനും വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഇനി ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആവശ്യമില്ലാത്ത സംഘർഷങ്ങൾ. ഇവിടെ നിങ്ങൾ എപ്പോഴും ആവശ്യമില്ലാത്ത ഒരു ഭാരം എപ്പോഴും ചുമന്നുകൊണ്ടേയിരുന്നു. ആവശ്യമില്ലാത്ത ചിന്തകൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫാകുന്ന ആ ഒരു വണ്ടിയുടെ സ്പീഡ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ട്രാക്കിലും വന്നു, അത് സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ ലോയിലായിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ സ്പീഡോട് കൂടിയാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ലൈഫിൽ സംഘർഷങ്ങളല്ല കാണാൻ സാധിക്കുക. നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ സമാധാനവും ശാന്തിയും എളുപ്പമുള്ളതുമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്താക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ വന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോയിരുന്നത്. അതായത് വീണ്ടും ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരുന്നു. ഒരു ടവർ മൂവ്മെൻറ്റ് അനുഭവിച്ച് കഴിയുമ്പോൾ അടുത്ത ടവർ മൂവ്മെൻറ്റ് വരുന്നു, അത് അനുഭവിച്ച് കഴിയുമ്പോൾ അടുത്ത, അങ്ങനെ പാറ്റേൺ ആയിട്ട് ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നു. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വരത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണ്. ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ട ആ ഒരു വഴി വളരെ മനോഹരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്ട്രഗിളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വഴിയിൽ കൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാകും. എന്ത് കാര്യം ചെയ്യാനും ഒരു സന്തോഷമുണ്ടാകും. മുന്നത്തെ ആ ഒരു വഴി എന്ന് പറയുമ്പോൾ എന്ത് കാര്യവും ചെയ്യാൻ ഒരു മടിയായിരുന്നു, സംഘർഷം കൊണ്ട് നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ ലൈഫ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ ചിലപ്പോൾ പരാജയമായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു മൂഡേ ഇല്ലാതാവും, ഒരു കാര്യം ചെയ്യാൻ തോന്നത്തില്ല, അങ്ങനൊരു അവസ്ഥ. പക്ഷേ ഇനി അങ്ങോട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇനി സ്ട്രഗിൾ ഉണ്ടാവത്തില്ല. സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി മൂഡ് ഔട്ടായി പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡാണ്. ഇങ്ങനൊരു ലൈഫ് നിങ്ങൾ ഒരിക്കലും മുന്നേ ജീവിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനൊരു ലൈഫാണ് ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് പറയുകയാണ്, എൻ്റെ ലൈഫിൽ വളരെ സ്മൂത്ത്നെസ് വരാൻ തുടങ്ങി, എൻ്റെ ലൈഫ് ഇപ്പോൾ വളരെ എളുപ്പമായി തോന്നി തുടങ്ങി എനിക്ക്. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്തുമാത്രം മനസ്സിൽ സന്തോഷമായിരിക്കും. കാരണം ഇതിന് മുന്നുള്ള ലൈഫ്, ഇപ്പോഴത്തെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് മറ്റൊരാൾ കേൾക്കാൻ ഒത്തിരി ആഗ്രഹിക്കും. അതായത് എൻ്റെ സമയം ഇപ്പോൾ നല്ലതായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത്. അങ്ങനൊരു വാക്ക് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ലൈഫിലും ഇങ്ങനെ എനിക്ക് പറയണം, എൻ്റെ ലൈഫും സ്മൂത്ത് ആവണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് പോലെ നിങ്ങൾക്കും പറയാൻ സാധിക്കും ഇനി അങ്ങോട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ലൈഫിൽ ഒത്തിരി പ്രതീക്ഷകൾ വച്ച് മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. ഇനി നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാൻ താല്പര്യമില്ല. എൻ്റെ ലൈഫിൽ ഇനിയെങ്കിലും നല്ലത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലത് നടക്കുക തന്നെ ചെയ്യും.
ഈ മുന്നേക്ക് നിങ്ങൾക്ക് സമയത്തിന് എങ്ങനെയെങ്കിലും ഈ സമയം പോണില്ലല്ലോ, ഈ സമയം എപ്പോൾ പോകും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സമയത്തിനെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി സമയം എപ്പോൾ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ സമയം പോകുന്നത്. അതായത് എപ്പോൾ രാത്രിയായി എപ്പോൾ പകലായി എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ സമയം പോകുന്നത്. അതായത് ഒരു ടെൻഷനും കൂടാതെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സമയം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നെങ്കിലും എൻ്റെ ദിവസം ഒരു കുഴപ്പവും കൂടാതെ മുന്നോട്ട് പോകണം. അതായത് ഒരു ടെൻഷനും കൂടാതെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ ടെൻഷനൊന്നുമില്ലാതെ, ഭാരമൊന്നുമില്ലാതെ, സ്ട്രഗിളൊന്നുമില്ലാതെ ഉള്ള ഒരു ദിവസം നിങ്ങൾക്കും ഉണ്ടാവുന്നതാണ്. നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ടെൻഷനും കൂടാതെ ഉറങ്ങണം, ഒരു ടെൻഷനും കൂടാതെ ഉണരണം എന്നാണ്. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല ഇത്. എപ്പോഴും നിങ്ങൾ ഇനി ഇങ്ങനെ ജീവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് നോക്കിയാൽ ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ. കൂടാതെ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 ആഴ്ചയ്ക്ക് ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് എത്തണം. അതിന് വേണ്ടിയാണ് ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. ഇനി ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന ഡയറക്ഷൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കായിരിക്കും. ഇവിടെ ഫസ്റ്റ് ഞാൻ പറയുന്നത്, ജോബിന് വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് അലയുന്നവരാണ് എങ്കിൽ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഗൾഫിലോ അല്ലെങ്കിൽ ദുബായിലോ എവിടെയായാലും പുറത്ത് ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക്. പിന്നെ എന്തോ ഒരു ട്രാവൽ, നിങ്ങൾ ചെറിയൊരു ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്ത് പോകത്തില്ലേ, അങ്ങനെ എന്തോ ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ആ ഒരു ട്രാവലിലൂടെ നിങ്ങൾക്ക് ലക്കിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ട്രാവൽ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് വരിക. ആ ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നതായിട്ട് പ്ലാൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒന്ന് ഫ്രീ ആവാം എന്നുള്ള രീതിയിൽ പോയി സന്തോഷിച്ചിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ചെറിയ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് വരാനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു യാത്ര നിങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഒരു യാത്ര ഞാൻ ചെയ്തിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഖം തോന്നി, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് തോന്നി, ഇതെൻ്റെ ശുഭമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്ന് നിങ്ങളുടെ വാഗൊണ്ട് നിങ്ങൾ പറയും. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയി ട്രാവൽ ചെയ്തിട്ട് വരും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂ വരും, നിങ്ങൾ പോകും, പെട്ടെന്ന് നിങ്ങൾക്ക് ആ ജോബ് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല, ഞാൻ അന്ന് ആ ഒരു യാത്ര ചെയ്തിട്ട് വന്നതുകൊണ്ട് എനിക്കിന്ന് എന്ത് ശുഭമായിട്ടുള്ള മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ വന്നത്, എനിക്ക് ജോലി ലഭിച്ചു, എന്തെങ്കിലും ലോണ് പാസ്സാവാതിരുന്നിട്ടുണ്ടെങ്കിൽ പാസ്സാവും. അപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു യാത്രയ്ക്ക് ശേഷം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ലൈഫിൽ എന്ത് മോശം സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഒരിക്കലും അവിടെ തോറ്റു പോവരുത്, ഗിവ് അപ്പ് ചെയ്യുന്ന ഭാവത്തിൽ വരരുത്. എപ്പോഴായാലും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേവറായിട്ട് വരുമെന്ന് മാത്രം വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പരീക്ഷണകാലമാണ്. ആ പരീക്ഷണകാലം കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഒരു പ്രതീക്ഷകളെല്ലാം അവസാനിക്കുന്ന ആ ഒരു സമയം വരും. ആ ഒരു സമയം കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു വണ്ടി ട്രാക്കിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ട്രാക്കിൽ വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷണകാലവും പ്രതീക്ഷകളെല്ലാം അവസാനിച്ച ആ ഒരു സമയമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ നല്ല സമയമാണ്. അപ്പോൾ ഇനി ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, സമയം നിങ്ങളുടെ ഫേവറിലായിട്ടുണ്ട് എന്ന് മാത്രം വിചാരിക്കുക. ഇവിടെ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 100% ഉറപ്പ് പറയുകയാണ് ഞാൻ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഒരു തുടക്കം വളരെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ തടുക്കാൻ ആർക്കും സാധിക്കുകയുമില്ല.
ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ അസംഭവ്യത്തിനെ പോലും സംഭവമാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ജന്മമാണ് നിങ്ങളുടേത്. അത് നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് പോയി കാണും. അവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചായിരിക്കാം നിങ്ങളുടെ ജോബ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി എനിക്ക് അവിടെ ഒരു ജോലി ലഭിക്കത്തില്ലല്ലോ, നല്ലൊരു ജോലിയായിരുന്നു, അവിടെ അന്ന് ഉണ്ടായ ഒരു പ്രശ്നത്താലാണ് എനിക്ക് ജോലി പോയത് എന്നുള്ള തോന്നൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായി, അതിന് നേരെ ആവത്തില്ല, അങ്ങനെ എന്തോ ഒരു പ്രശ്നം നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായാലും ഇനി അത് നേരെ ആവത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്ത് പ്രശ്നമായാലും നിങ്ങൾക്ക് പ്രതീക്ഷ നശിച്ചു, ഇനി എനിക്കത് ഒരിക്കലും നേരെ ആവത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള മാറ്റം. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നേരെയാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ സമയം എത്ര തന്നെ മോശമായാലും ആ ഒരു മോശ സമയത്ത് നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ അങ്ങനെയുള്ളവരാണ്. മോശം സമയത്ത് പോലും നിങ്ങൾ നല്ല കർമ്മങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും ഇനി അങ്ങോട്ട്. ഇവിടെ 2020 തൊട്ട് 2026 വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു ആ ഒരു സമയം. 2020 തൊട്ട് 26 വരെ നിങ്ങൾ തന്നെ പിറകിലോട്ട് ചിന്തിച്ച് നോക്കൂ, എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള പല സാഹചര്യത്തിലൂടെയും നിങ്ങൾ കടന്നുപോയി. അതായത് ഒരു വ്യക്തിക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കത്തില്ല, ഈശ്വരന് മാത്രമേ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോയി. ഇനി 2029 വരെയുള്ള സമയം ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മനുഷ്യന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ ദൈവത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല ആൾക്കാരുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2020 തൊട്ട് 2025 ജൂൺ വരെ ഉള്ള ആ ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് ഒത്തിരി ഒരു അനീതിയും എല്ലാം സഹിച്ചത്. കാരണം അങ്ങനെയുള്ള സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയവും അവരെല്ലാം ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥന ചെയ്തു. അപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ, എന്നോട് എന്തിനാ എല്ലാവരും അനീതി ചെയ്യാത്ത തെറ്റ് എനിക്ക് എന്തിനാ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. പക്ഷേ ഇനി നിങ്ങൾക്ക് അത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല അങ്ങനെ ഒരു സമയം. ഇവിടെ ഇപ്പോൾ 2026 ആ ഒരു ജൂൺ എത്തിയിരിക്കുകയാണ്. 2026 ജൂൺ തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി മാറ്റം മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. അതായത് പോസിറ്റീവായിട്ടുള്ള മാറ്റം. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചതെല്ലാം നിങ്ങളുടെ ലൈഫിൽ മോശം സമയമായിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലെല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം എപ്പോഴും നിങ്ങളോട് പറയാം, ഒരു കാരണവശാലും അഹങ്കാരമായിട്ടുള്ള വർത്തമാനം ആരോടും നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ അഹങ്കാരത്തിൽ ആരോടെങ്കിലും സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീനസ് ഗ്രഹം മോശമാകും. പിന്നെ ഒരിക്കലും കീറിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ ശ്രമിക്കുക, കീറിയതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. നിങ്ങളെപ്പോഴും നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോയാൽ ആൾക്കാരും നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരുന്നതാണ്. നിങ്ങൾക്കും സ്വയം നിങ്ങളോടൊരു റെസ്പെക്റ്റ് അപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആ ഒരു കണ്ണിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എങ്ങനെ നിങ്ങളുടെ വാല്യൂ കൂട്ടാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക. പിന്നെ കുറച്ചൊന്ന് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ കെയർ ചെയ്യുക നിങ്ങൾ.
ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലാണ് അവരെ കാണുന്നത്. അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണിൽ നിങ്ങളെ കാണണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അതൊക്കെ നിങ്ങൾ മാറ്റുക. നല്ല വസ്ത്രം ധരിക്കുക, നല്ല രീതിയിൽ ഒരുങ്ങുക. ചില ആൾക്കാരുണ്ട് പൊട്ട് ഇടത്തില്ല, പൗഡർ ഇടത്തില്ല, നല്ല രീതിയിൽ തല കെട്ടത്തില്ല, നല്ല വസ്ത്രം ധരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിലും ഒരു വാല്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണിൽ നല്ലതായിട്ട് മാറാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ലൈഫ് ഇനി സുഖത്തിലേക്ക് പോകുമ്പോൾ സ്റ്റെബിലിറ്റി താനേ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഇവിടെ ഈ ഒരു 2026 മെയ് ജൂൺ തൊട്ട് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്ന സമയം. അതായത് ഇപ്പോൾ തൊട്ട് 2029 വരെ, ആ ഒരു സമയം വരെ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാറാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലൊരു മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് 2026 മെയ് ജൂൺ തൊട്ട് 2029 വരെ. ഇവിടെ ബ്ലാക്ക് ഓർ ഓറഞ്ച് കളറിലുള്ള ചിത്രശലഭം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കുണ്ടാവാൻ പോകുകയാണ് എന്നതാണ്. അതായത് നമ്മുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചിത്രശലഭത്തിനെ കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇത്രമാത്രം നിങ്ങൾ അച്ചീവ് ചെയ്യും, നിങ്ങൾക്ക് പോലും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നോ എന്ന്. അത്രമാത്രം ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്കവറി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് ഈ ഒരു കാര്യം നേരെ ആയാൽ എൻ്റെ ലൈഫ് സ്മൂത്ത് ആകുമെന്ന്. അങ്ങനെ ഒരു റിക്കവറി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു റിക്കവറി വരാൻ പോകുന്ന സമയം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും റിക്കവറി കൂടുതൽ ആർക്കും വേണ്ടത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു റിക്കവറി ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അതായത് കാല് സംബന്ധമായിട്ട് എന്തൊക്കെയോ ഉണ്ട് പ്രശ്നം നിങ്ങൾക്ക് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിലൊരു റിക്കവറി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് മുന്നേ നടന്നിട്ടുണ്ടാകും. അത് റിലേറ്റഡ് ആയിട്ടൊരു റിക്കവറി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ ആ ഒരു കാര്യത്തിൽ ഒരു റിക്കവറി ഉണ്ടാവാത്ത മെയിൻ റീസൺ നിങ്ങൾ ആഹാരവും മരുന്നും എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷേ റിക്കവറി ഉണ്ടാവുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ ഒരു മിറാക്കിൾ എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു വലിയൊരു മിറാക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലൊരു റിക്കവറി എന്തായാലും വരാൻ പോകുന്ന സമയം അടിക്കടി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി റിക്കവറി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ഹെൽത്ത് ഇപ്പോഴുള്ളതിനേയും കാട്ടി നേരെ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു എപ്പോഴും ക്ഷീണം, തലവേദന, ദേഹം വേദന, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല രീതിയിൽ ജോലി ചെയ്യാനൊന്നും സാധിക്കുന്നില്ല, എപ്പോഴും ഒരു ക്ഷീണമാണ്. അങ്ങനെയൊക്കെ ഉള്ള അതിലൊരു മാറ്റം, നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതായിട്ട്, അസുഖങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഉള്ള ആ ഒരു സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട്, അവിടെ എന്തെങ്കിലും വിള്ളൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് മാറി സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ആയാലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ആയാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. അതായത് വീണ്ടും എന്തെങ്കിലും ഒരു ടവർ മൊമെൻറ്റ് വരുമോ, എൻ്റെ ലൈഫ് നല്ലതായിട്ട് പോകുമ്പോൾ, അങ്ങനൊരു പേടിയുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ സമയം നല്ലതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ ഒരു വീഴ്ചയും ഇനി ഉണ്ടാവത്തില്ല. ഇനി ഉയർച്ച മാത്രമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് മാത്രം നിങ്ങൾ വിശ്വസിക്കൂ. ഈ വർഷം വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അത് എനിക്ക് ചിലപ്പോൾ നിങ്ങളോടിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്.
ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നത്, അപ്പോൾ എൻ്റെ ഈ ഒരു വാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഓർമ്മയിൽ കൊണ്ടുവരും. അതായത് അന്ന് പറഞ്ഞതാണ് മാം, ഇങ്ങനെ സംഭവിക്കുന്നു, അതേപോലെ സംഭവിച്ചു എന്ന് നിങ്ങൾ അപ്പോൾ ഓർക്കും. അതായത് ഇത്രയും നല്ല രീതിയിൽ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ ഇന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള മിറാക്കിളായിരിക്കും അന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു റീഡിംഗ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സത്യമാകുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും, നിങ്ങൾ പ്രാർത്ഥന ചെയ്താലും ഇല്ലെങ്കിലും, ഈ ഒരു റീഡിംഗ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള നല്ല കർമ്മങ്ങൾ മുന്നേ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു നല്ല സമയം നിങ്ങളുടെ ലൈഫിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസർവായിട്ടുള്ള എന്ത് കാര്യമാണോ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിൻ്റെ പിറകെ നിങ്ങൾക്ക് പോവേണ്ടി വരത്തില്ല. ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള സമാധാനം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരൊക്കെയാണോ ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനെ പഴിച്ചും വിശ്വസിക്കാതെ ഇരുന്ന അവരെല്ലാം ഇനി ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരു മിറാക്കിളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ എന്തോ വലിയൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വിജയം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ആർക്കും ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് അവർ ആഗ്രഹിച്ചാൽ പോലും അവരെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോളിൽ വയ്ക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോളിൽ വയ്ക്കുന്നതാണ്. കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുടെ ഇമോഷൻസ് മിസ്യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഒരു കാര്യം മറ്റൊരു കാര്യവുമായിട്ട് കണക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരും ഇനി മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തണം. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റർ വളരെയധികം സ്റ്റേബിൾ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒത്തിരി ഗ്രോത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഫിനാൻഷ്യലി വളരെയധികം അബണ്ടൻ്റായിട്ട് സ്റ്റേബിളായിട്ട് ജീവിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു ലൈഫ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനൊരു ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നുകിൽ നല്ലൊരു ജോബായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് വച്ചടി കയറ്റമായിരിക്കും. ഇപ്പോഴും അല്ലെങ്കിൽ മുന്നേയും നിങ്ങൾ ബ്ലാക്ക് ഓർ ഓറഞ്ച് നിറത്തിലുള്ള ചിത്രശലഭം കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇത്ര മാത്രമാണ്, ഒരു സമയത്തേക്ക് വേണ്ടിയാണ് ഈശോ നിങ്ങളെ സ്റ്റക്കായിട്ടിരുത്തിയത്. ഇനി നിങ്ങളുടെ ആ ഒരു വണ്ടി എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് സ്പീഡായിട്ട് പോകാൻ പോകുകയാണ്. ഇവിടെ എന്തായാലും നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയും, ഇങ്ങനെ എൻ്റെ ലൈഫിലൊരു ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന്. ആ രീതിയിലുള്ള ചേഞ്ചസാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇന്നൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.